ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഒക്ട ക്രിയേഷൻ. ഞാൻ ആക്ച്വലി ഇതിന്റെ കൂടുതൽ റോബിൻ. അപ്പം ഞങ്ങൾ ഇന്ന് പുതിയ ഒരു ടീച്ചറും കൊണ്ട് വന്നിരിക്കുന്ന അപ്പൊ ഏക്കയുടെ ഒരു ഫേസ് കാണാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം രണ്ടും ഏക്കയുടെ ഏകദേശം ഒരു 64 ആയിരിക്കാം. കൃത്യം എനിക്കറിയില്ല. 69 തൃശ കണ്ടു നോക്കിയാലോ. ഇത് മറ്റേ പുള്ളിയാണ് ആദിക് രവിചന്ദ്രൻ, മറ്റേ വിശാലിന്റെ മാർക്ക് ആന്റണി വെച്ചു. ടാറ്റു പിന്നെ ജീവിപ്രകാശം വിളിക്കാലോ. வாழ்க்கையில பண்ணக்கூடாதோ சில சமயங்கள் அதெல்லாம் பண்ணியும் பேபி. അജിത് കുമാർ നോക്കല്ലേ. ഇത് മറ്റേ വിജയുടെ അടിയോട് പറയിപ്പിക്കില്ല. അജിത്ത് ഡോൺ ആണല്ലോ. ഏപ്രിൽ 10 എന്തായാലും തകർക്കും. എടാ മറ്റേ ഇങ്ങനെ എന്നാ മറ്റേ വിജയ് ഇങ്ങനെ ബൂമിട്ടു. അതല്ല അത് രജനീകാന്തിന്റെ അല്ലേ ആ സാധനം? അത് രജനീകാന്തിന്റെ സംഭവം. പക്ഷെ ഐ ആം വെയിറ്റിംഗിന് ഇങ്ങനെ വെക്കുന്നല്ലേ. അത് വിക്രത്തിന്റെ അകത്ത് കമലഹാസനാ അല്ലേ? എന്നാ വിക്രം എന്ന് പറഞ്ഞിട്ട് അത് ലാസ്റ്റ് അല്ലേ? ഇത് പക്ഷെ വേറെ ഒരു ലെവലാ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിട്ട് വന്നേക്കുന്നത്. എനിക്കൊന്ന് മങ്കാത്തയ്ക്ക് ശേഷം ഇതായിരിക്കും വരാൻ. മങ്കാത്തയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഡബിൾ ബാരലൊക്കെ ഇല്ലേ മലയാളത്തില്, ചുമ്മാ വെടി പുക തീ. പക്ഷെ നമ്മുടെ ആദിക് രവിചന്ദ്രന്റെ നമ്മുടെ മാർക്ക് ആന്റണിയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു സിനിമ. എനിക്ക് ആ സ്റ്റാർട്ടിങ്ങിലും മാർക്ക് ആന്റണിയുടെ ഒരു ഇത് തോന്നി. അല്ല പുള്ളിക്കാരൻ ഒരു ഇൻട്രോ പോലെ പറയുന്നില്ലേ, അവര് മാർക്ക് ആന്റണിയുടെ ഒരു സെറ്റപ്പാ. പക്ഷെ ഇത് എന്തായാലും നമ്മുടെ ഷർട്ടൊക്കെ പുള്ളി കാണാൻ ലുക്കില് പല പുള്ളി മറ്റേ ആ ബില്ലാടെ അത് ഭയങ്കര ലുക്കായിരുന്നു. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ലുക്കിലേക്ക് പടം എന്തായാലും ഉറപ്പാ. ഇല്ല ഏജിങ് ചെയ്തിട്ടില്ല. അല്ല എന്നാലും ഓർത്ത് നോക്കി, പുള്ളി ഈ പടത്തിന് വേണ്ടി മെലിഞ്ഞു. അങ്ങനെയല്ല, പൊതുവെ മറ്റേ കാർ റേസിംഗ് ഒക്കെ പോകാൻ വേണ്ടി ആയിരിക്കും. പക്ഷെ ഈ പടത്തിന് വേണ്ടി ഒരു നല്ല ഒരു ലുക്കില് വരുന്നുണ്ട്. എനിക്കൊന്ന് ഗുഡ് ബാഡ് അഗ്ലി ഭയങ്കര പഴയ ലുക്കിലൊക്കെ വരുന്നുണ്ട്. എന്റെ രസമൊന്ന് ഞാനിപ്പോ അങ്ങനെയാണോ? മുടി വളർത്തണം. തലയുടെ ഏത് പടം ഇറങ്ങിയാൽ നമ്മൾ അങ്ങനെയാണ്. ആ ലുക്കി വരണം. പരിപാടിയുണ്ട്, മണിയുണ്ട്. ഏപ്രിൽ 10 ഉണ്ട്. എറണാകുളം കൂടെ മറ്റേ തിയേറ്ററിൽ കാറിൽ പോവാം. ഏത് മറ്റേ വിനീതയല്ലോ? അവിടെ പോകണ്ട. അവിടെ പോകുന്നതിനും ഭേദം ഇവിടെ കയറി കണ്ടാൽ മതി. എന്തായാലും നമ്മുടെ ആര് പറഞ്ഞു? ഇതിനു മുമ്പ് 2 ഉണ്ടായിരുന്നു. അതിനകത്ത് തൃശ ഇങ്ങനെ നമ്മുടെ തലയെ ഇങ്ങനെ നോക്കി. അതിനകത്ത് 2 ഇതിനകത്ത് കാണിച്ചുള്ളൂ. ഇനി എന്നാ കാണിക്കാൻ? അതിനകത്ത് തലയില്ല, തലയെ കാണിച്ചിട്ടില്ല. ഇതിനകത്താണല്ലോ തലയെ കാണിച്ചേക്കുന്നത്. എന്നാണേലും ആ പുള്ളിയുടെ ആ കണ്ണിൽ ആ ബ്ലൂ ഒരു ഇതോടല്ലോ, അതെന്റെ രസമാണ്. പുള്ളിക്ക് എന്നെ ഇതാണ് ചേരുന്നേ. ഓ കൊള്ളാം. അപ്പോ നമ്മളിപ്പോ കണ്ടത് ഗുഡ് ബാഡ് ആഗ്ലി ഏക്കയുടെ പുതിയ പടത്തിന്റെ ടീസർ ആയിരുന്നു. ഇതിന്റെ ട്രെയിലർ വരാനുണ്ട്. അപ്പൊ ഏപ്രിലാണ് പടം റിലീസ് ചെയ്യുന്നത്. 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ വരുന്നത്. നിങ്ങളെ ആ ഒരു ഷേപ്പിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളെ മറ്റേ ജനനായകൻ എന്ന് വരുന്നേ. എടാ ഞങ്ങളെ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ പേര് ഉടനടി വരും. എന്താ വരുന്നേ? വലിയ ഷൂട്ടിംഗ് തന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ക്ലാഷ് ആവുന്നത് കുറച്ച് നല്ലതായിരുന്നു. പക്ഷെ എന്തിനു ഇനി ആവശ്യമില്ലാതെ പഠിക്കുന്നത്. അപ്പോ നമുക്ക് അടുത്ത ടീസറിലേക്ക് തല പൊളിച്ചു. യെസ്, ഞങ്ങളുടെ അണ്ണൻ. അപ്പോൾ താങ്ക് യു ഗൈസ്. വണക്കം.